വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ തിരുവചനങ്ങൾ. ഈശോ ജെറുസലേമിനോടുള്ള തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ജെറുസലേമിനെ കുറിച്ച് വിലപിച്ചുകൊണ്ട് തന്നെയാണ്. ജെറുസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കിലേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്ന പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർത്തുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷെ നിങ്ങൾ സമ്മതിച്ചില്ല. തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന പോലെയാണ് ഈശോ ജെറുസലേമിനെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. അത്രമാത്രം ശക്തവും തീക്ഷ്ണവുമായ കരുതലാണ് ഈശോയ്ക്കുള്ളത്. ആർദ്രമായ ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണത്. പക്ഷേ ജെറുസലേം അതിന് സമ്മതിക്കുന്നില്ല. തങ്ങൾ വളർന്ന് വലുതായെന്നും ഇനി അമ്മയെ ആവശ്യമില്ലെന്ന് കുഞ്ഞുങ്ങൾ കരുതിയേക്കാം. ദൈവത്തെ കൂടാതെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാമെന്ന് നമ്മളും വിചാരിച്ചിട്ടുണ്ടാകും. എന്നാൽ നമുക്ക് മുൻപോട്ട് പോകാൻ എപ്പോഴും ദൈവത്തിൻ്റെ സഹായം ആവശ്യമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ അങ്ങയുടെ ചിറകിൻ കീഴിൽ നിന്ന് സംരക്ഷിക്കണമേ. എന്നെക്കുറിച്ച് വിലപിക്കുവാൻ ഞാൻ ദൈവത്തിന് ഇടം നൽകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ജീവനർത്താവായ ശംശലിക്കറും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും.